ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കൂടിക്കൂടി ചൂട് വരികയാണ് ഓരോ വർഷവും. സർക്കാർ അതിനെന്താണ് ചെയ്യുന്നത്? പകൽ പുറത്തിറങ്ങരുത്, കൂടുതൽ വെള്ളം കുടിക്കുക എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും ചിലപ്പോൾ യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, ആ അലേർട്ടുകൾ നൽകുക. സർക്കാരിൻ്റെ പണി അതോടെ കഴിഞ്ഞു. അതാണ് സർക്കാരിൻ്റെ പണി കേരളത്തിൽ ചൂട് കൂടുന്നതിന് ഉള്ള പ്രതിവിധിയായിട്ട്. കേരളത്തിൽ ചൂട് കൂടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. കാഞ്ഞങ്ങാട് ഒരു 13 വയസ്സുള്ളൊരു പയ്യൻ സൂര്യാഘാതമേറ്റു. അതുപോലെ മലപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സൂര്യാഘാതമേറ്റു. കഴിഞ്ഞ വർഷവും ഇതുപോലെ സൂര്യാഘാതമേറ്റ് മരിച്ചവരും ഒക്കെ കുറേയധികം ഉണ്ട്. ഓരോ വർഷവും ഇനി അതിൻ്റെ ഒരു പ്രഹരം, ഈ ചൂട് കൂടുന്നതിൻ്റെ പ്രഹരം കൂടിക്കൂടി വരികയാണ്. പല മനുഷ്യരും പറയാറുണ്ട്, ദുബായിലും ഖത്തറിലും സൗദി അറേബ്യയിലും ഉള്ളതിനേക്കാളും ചൂട് ഇപ്പോൾ കേരളത്തിലായി എന്നാണ് തോന്നുന്നത്. അവിടെയൊക്കെ മരുഭൂമിയാണല്ലോ. അപ്പോൾ മരുഭൂമിയുടെ ഒരു അവസ്ഥയിലേക്ക് കേരളം പോവുകയാണോ? അത്രയും ചൂട് കൂടുന്നത് എന്തുകൊണ്ടാണ്? അതിന് പ്രശ്നം എന്താണെന്നുള്ളതും അത് എങ്ങനെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് അത് പരിഹരിക്കുന്നതിന് പറ്റുമോ എന്നുള്ളത് ആലോചിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൻ്റെ ഒരു 10 കിലോമീറ്റർ തമിഴ്നാട് സൈഡിലേക്കും 10 കിലോമീറ്റർ കേരള സൈഡിലേക്കും നമ്മളിപ്പോൾ ഒന്ന് യാത്ര ചെയ്യുകയും അവിടെ കുറച്ച് സമയം ചിലവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം നമുക്ക് പിടുത്തം കിട്ടും, കേരളത്തിൽ എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നതെന്നുള്ളത്. തമിഴ്നാട്ടിലുള്ള കരിങ്കൽ പാറകളൊക്കെ പൊട്ടിച്ച് ആ കരിങ്കല്ല് പാറ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ലോറികൾ കുറേയധികമുണ്ട്. 100 കണക്കിന് ലോറികൾ ഈ ഒരൊറ്റ ചെക്ക് പോസ്റ്റ് കൂടെ ആര്യങ്കാവ് അല്ലെങ്കിൽ ആ ഒരു അതിർത്തിയിൽ കൂടെ കേരളത്തിലേക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട്. നമുക്കറിയാം, ഒരു പാറയുടെ അടുത്ത് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും ചൂട് കൂടുതലായിരിക്കും. പാറ ചൂട് കൂടുതൽ പിടിച്ച് വെക്കുന്ന അല്ലെങ്കിൽ അബ്സോർവ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ ഈ പാറയെല്ലാം കൂടെ പൊട്ടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ ഈ ഗ്രാനൈറ്റ് അല്ലെ പാറ കൂടുതൽ കേരളത്തിലുണ്ടാക്കുകയാണ്. അതുണ്ടാക്കുന്നത് റോഡ് വീതി കൂട്ടാനും ഒക്കെയാണ്, 2 കെട്ടിടം പണിയാനാണ്, അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഈ പാറകൾ നമ്മളിവിടെ കൊണ്ടുവന്ന് കൂടുതൽ നമ്മളുടെ കേരളത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. അത് റോഡായിട്ടും കെട്ടിടങ്ങളായിട്ടും മറ്റും. അപ്പോൾ ഈ പാറകൾ ഇത്രയും വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ 5 ഡിഗ്രി 10 ഡിഗ്രിയിലേക്കൊക്കെ ചിലപ്പോൾ കൂടിയെന്നിരിക്കാം. ഈ പാറ കേരളത്തിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ കാലാവസ്ഥയെയും നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ഒക്കെ തകിടം മറിക്കുന്ന ഒരു പരിപാടിയാണ് ഓരോ ദിവസവും തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയധികം പാറ മെറ്റലായിട്ടും അല്ലെങ്കിൽ ക്രഷർ ഇതെന്നൊക്കെ ആയിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അത് മുഴുവൻ നമ്മുടെ കേരളത്തിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എത്രയോ ലോഡാണ് ഓരോ ദിവസവും കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ടാകാം. നേരത്തെ ഒരിക്കൽ കർണാടകത്തിൽ പോയപ്പോൾ അവിടുന്ന് ഇതുപോലെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പാറകൾ അവിടെ പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞ് ഇടത്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവിടുന്ന് ഇതുപോലെ തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ അവിടെയുള്ള പാറയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ നിക്ഷേപിക്കുമ്പോഴത്തേനും കേരളത്തിൻ്റെ ചൂട് തീർച്ചയായിട്ടും കൂടും. 2, ഈ റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ ഒരിക്കലും റോഡിൻ്റെ പണി കഴിയില്ലല്ലോ. ജീവിതകാലം മുഴുവൻ നമ്മൾ റോഡ് പണി കഴിയാത്ത റോഡിൽ കൂടി അല്ലെങ്കിൽ വീണ്ടും വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവർ പണിതുകൊണ്ടിരിക്കുന്ന റോഡുകളാണ് എപ്പോഴും നമുക്കുള്ളത്. അപ്പോൾ ഈ ഓരോ വികസനത്തിനും വേണ്ടി നമ്മൾ ആദ്യം കത്തിവെക്കുന്നത് നമ്മുടെ മരങ്ങളെയാണ്. അപ്പോൾ മരങ്ങളെ മുഴുവൻ മുറിച്ച് നമ്മൾ ഈ റോഡുകൾ ആ ഏരിയ മുഴുവൻ ചൂട് കൂട്ടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. റോഡിൻ്റെ മീഡിയനിൽ നമുക്ക് വീതിയില്ല, അവിടെ നമ്മൾ മരം വെക്കത്തില്ല, കാരണം വേര് വന്നിട്ട് റോഡൊക്കെ പോകുമെന്നുള്ള ചില എക്സ്പ്ലനേഷനൊക്കെയാണ് അതിന് കൂടുതൽ മനുഷ്യർ നൽകുന്നത്. അതുപോലെ സൈഡിലും മരം വെക്കുന്ന ഒരു പരിപാടിയില്ല. എല്ലാവർക്കും ഇങ്ങനെ റോഡ് വീതി കൂടി അങ്ങനെ നമുക്ക് വികസിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പം മരങ്ങൾ പണ്ട് കേരളത്തിൻ്റെ തെക്കൻ ജില്ലയിൽ കുറേയധികം പക്ഷികളുള്ള ഒരു മരത്തെ മുറിച്ചിട്ടപ്പോഴത്തേക്കും ആ സമയത്ത് എല്ലാവരും അതിനെപ്പറ്റി ഒരു ആശങ്ക പ്രകടിപ്പിച്ചു. ഇത്രയധികം പക്ഷികളുടെ വീടായിരുന്നല്ലോ, അവിടെ നെസ്റ്റായിരുന്നല്ലോ ഈ മരം, അതിനെ ഇങ്ങനെ റോഡിന് വീതി കൂട്ടാൻ വേണ്ടി നശിപ്പിച്ചത് ശരിയാണോ എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതെല്ലാം മറന്നു കളഞ്ഞു. ഒരിക്കലും ഇരിഞ്ഞാലക്കുടയിൽ അവിടെ ഒരു റോഡിന് വീതി കൂട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 4-5 ആൽമരങ്ങൾ മുറിക്കാൻ വേണ്ടി PWDയും എല്ലാവരും വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ ഈ മരം മുറിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. 2021 കാലഘട്ടത്തിലാണ്. ഞാൻ ആ വഴി പോകുമ്പോഴൊക്കെ നോക്കും ആ മരങ്ങൾ ആരെങ്കിലും പിന്നീട് മുറിച്ചോ എന്നുള്ളത്. ഇതുവരെ ആ മരങ്ങൾ മുറിച്ചിട്ടില്ല. അപ്പോൾ ഓരോ പ്രദേശത്തെയും ജനങ്ങൾ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഈ ചൂട് കൂടുന്നതിന് ഒരു പരിഹാരമാകും നമ്മുടെ ചുറ്റിലുമുള്ള മരങ്ങൾ മുറിക്കുന്നത് നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ.
ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്തുകൊണ്ട് ചൂട് കൂടുന്നു എന്നുള്ളത്, കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷമാണ് ഏറ്റവും അധികം വണ്ടികൾ രജിസ്റ്റർ ചെയ്ത്. 9 ലക്ഷത്തിലധികം വണ്ടികൾ കേരളത്തിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ ഏകദേശം 2 കോടിയിലധികം വണ്ടികൾ, അതായത് ജനങ്ങൾ എത്രയുണ്ടോ അത്രയും തന്നെ വണ്ടികൾ ഇവിടെ എത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വണ്ടികൾ റോഡേകൂടെ ഓടി ഇവിടുത്തെ ഫ്യൂവലൊക്കെ കത്തിച്ച് അതിൻ്റെ പുകയും സാധനങ്ങളൊക്കെ ആകാശത്തിലേക്ക് വിടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കേരളത്തിൽ ചൂട് കൂടും. പണ്ടൊക്കെ എല്ലാവരും ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊക്കെ പറയുമായിരുന്നു, പക്ഷേ ഇന്നും അതൊന്നും ആരും ചിന്തിക്കുന്ന പോലുമില്ല. ചൂട് കൂടി അതിന് പ്രതിവിധി ഉണ്ടല്ലോ, AC ഇട്ടാൽ മതിയല്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളുടെ ആൾക്കാർ പോകുന്നത്. പക്ഷേ കേരളം വളരെ വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. പണ്ടൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് മനുഷ്യർ വരുന്നത് അവിടുത്തെ കാലാവസ്ഥ നല്ലതാണ്, അവിടെ വലിയ ചൂടില്ല എന്നൊക്കെയുള്ള ഒരു കാര്യം കണ്ടിട്ടാണ്. ഇനി കേരളത്തിൽ എങ്ങനെ ഇത്രയും ചൂടിൽ നമ്മൾ ജീവിക്കുമെന്നുള്ള ഒരു കാര്യം ചിന്തിച്ചു തുടങ്ങേണ്ട കാലം ആയില്ലേ?